ഇതുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയം വരുന്നുണ്ടോ ഈ സാധനം? ഇതാണ് നാട്ടിലെ പയർ. ഇതിങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പയറിൻ്റെ ഒരു ഫോറസ്റ്റ് ആയിക്കണുണ്ട്. കുറേ പയർ കിട്ടി. ആരിതെല്ലാം കഴിക്കുന്നതിൽ ഒരുപാടില്ല. എൻ്റെ നാട്ടിലെ കുട്ടിങ്ങനെ പയറുണ്ടാക്കി കിടക്കണുണ്ടോ? അതാണ് അതിൻ്റേതായ ഒരു ഫോറസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കണം. നമ്മളൊരു ഫെൻസ് ഇട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ടുള്ള പയറുകളൊക്കെ രാവിലെ ഒന്ന് പറിക്കാം എല്ലാ ദിവസവും. അത് നമ്മുടെ തക്കാളി, ടൊമാറ്റോ വളർന്നു അവസാനം പുള്ളിക്ക് അവിടെ കുറച്ച് സ്ഥലം കൊടുക്കണം. എല്ലാവരും വളരെ ദൂരം സ്ഥലം കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു സീസൺ കഴിഞ്ഞു. ഒരു ബാച്ച് എല്ലാവരും ടൊമാറ്റോ ഒക്കെ കിട്ടി. ഇതുണ്ടോ എഗ് പ്ലാന്റാണത്. നമ്മുടെ കുക്കുംബർ ഉണ്ടാക്കണുണ്ടോ? നല്ല ഫ്രൂട്ടി ജ്യൂസി ആയിട്ടുള്ള കുക്കുംബറാണ്. നമ്മൾ ഇപ്രാവശ്യം യാതൊരു രീതിയിലുള്ള മരുന്ന് ഇടാതെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് ബെൽ പെപ്പറാണ്. അതിനൊരു വലിയൊരു പെപ്പർ ഞാൻ പറിച്ചു. അവിടെ 2 ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. കണ്ടോ? അത് 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് റെഡിയാകും. ഇത് ബേബി പെപ്പർ, ബെൽ പെപ്പർ. ഇച്ചിരി എരിവുള്ളൊരു മുളകാണ്. ഇതുണ്ടോ നീളൻ മുളക്, തായ് മുളക് പോലെ നീളം മുളകാണത്. അത് നമ്മുടെ കാന്താരി പോലെ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്കോ. വേറൊരു ബാച്ച് സ്വീറ്റ് ടൊമാറ്റോ ആണ്. സ്വീറ്റ് ടൊമാറ്റോ ഓൾമോസ്റ്റ് പറിക്കാറായി. എൻ്റെ ഒരു ബാച്ച് കഴിഞ്ഞു. ഉണ്ടോ? അത് വേറൊരു ടൈപ്പ് അപ്പറേ. ഇത് പച്ചയ്ക്ക് വരുന്നു. ഇത് നമ്മുടെ ചീര ഉണ്ടോ? നമ്മുടെ പയറിൻ്റെ തന്നെ അപ്പുറ സൈഡാണ് പയറും. ഇത് ഒക്ര, നമ്മുടെ നാട്ടിലെ വെണ്ടയ്ക്ക. ഇങ്ങനെ വരുന്നുള്ളൂ. പയർ കയറി ഇവിടെ എല്ലാം പുള്ളിയുടെ ഒരു ഫോറസ്റ്റ് ആക്കി മാറ്റി. അല്ല ഇവിടെ ഏതെങ്കിലും ബേഡിനൊന്ന് ആഡ് ചെയ്യാം. ഇത് പയറിന് വേണ്ടി ഉണ്ടാക്കി കിട്ടുന്ന ഫെൻസിങ് ആണ്. നല്ല ഫ്രഷായിട്ടുള്ള പയർ കിടപ്പുണ്ട് ഇഷ്ടംപോലെ. ഇതാണ് ഫ്രണ്ട്സിയുടെ ഇപ്രാവശ്യത്തെ ഗാർഡൻ. നിങ്ങളാരും പയറിൽ അധികം കാണാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം പയറിൻ്റെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ഇവനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ തൊട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ പോവാണ്. താഴേട്ട് പോയി അങ്ങനെ വന്ന് അവിടെ നല്ലൊരു നീളമുണ്ടായിരുന്നു.